ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. 2 വയസ്സ് വരെ ചെറിയൊരു അപസ്മാര രോഗമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മഹാനായ ഖുത്ബുൽ ആലം ഷെയ്ഖുനാ സിയം വലിയുല്ലാഹി തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുപോകലാണ് ആ കാലഘട്ടത്തിൽ അന്ന് ആളുകളൊക്കെ പലരും ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയും കൊണ്ടുപോയി. മരിച്ചുപോയ ആളുകൾ, ഈ മരിച്ചുപോയ ആളുകളിലേക്ക് സകലമാന കഴിവുകളും ചാർത്തി കൊടുത്തുകൊണ്ട് സിയം വലിയുള്ളയെ മാത്രം പ്രത്യേകമാക്കി കൊണ്ടുവരികയാണ്. ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പോലും ഇപ്പോൾ പുറകോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് സിയം വലിയുള്ള മാത്രം ഫേമസ് ആകുന്നത്? കോഴിക്കോട് ജില്ലയിലെ മടവൂരിലാണ് അദ്ദേഹത്തിൻ്റെ ദർഗ. ആ ദർഗയിൽ ആളുകൾ വരികയും അവിടെ നേർച്ച പൂര ഉത്സവങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്താൽ അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഓഹരി ഈ പുരോഹിതന്മാർക്ക് കിട്ടുമെന്നതാണ് അതിൻ്റെ കാതലായ വശം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിയം വലിയുള്ളയേക്കാൾ എത്ര കേമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എത്ര കേമനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എത്ര കേമനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, എത്ര പ്രഗൽഭനാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, എത്ര പ്രഗൽഭനാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ലാസ്, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു മജ്മഈൻ. ഇവരൊക്കെ എത്ര പ്രഗൽഭരാണ്. എന്തുകൊണ്ടാണ് അവരാരുടെയും കാര്യം പറയാത്തത്? നബിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട്, നബിയുടെ പോരിശ പറഞ്ഞുകൊണ്ട് ക്ഷണിക്കാത്തത്? കാരണം മദീനത്ത് അവിടെ ഉണ്ടിപ്പെട്ടിയില്ല, കാണിക്കയില്ല, നേർച്ചയില്ല, പണമില്ല, അതുകൊണ്ട് അത് കിട്ടില്ല. നേരെ മറിച്ച് കേരളത്തിലെ സിയം വലിയുള്ളയെ വലുതാക്കിയാലേ ആളുകൾ അങ്ങോട്ട് വരും. ഇത് കച്ചവടമാണ്, ഇത് വ്യവസായമാണ്. നമുക്ക് ചില പ്രഗത്ഭരായ സമസ്തയിലെ പണ്ഡിതന്മാരെ, ഭൂലോകത്തോളം വാഴ്ത്തുന്ന പണ്ഡിതന്മാരെ, ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിമാരുടെ ചില ഡയലോഗുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോളൂ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ഖുർആനിക വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പുരോഹിതൻ, ഈ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഈ വ്യക്തി, സി എം അടവൂരിനെ പോലെയുള്ള ആളുകളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാലോ? റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലകൻ എന്നാ. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാലോ ലോകത്തിന്റെ പരിപാലകൻ അള്ളയാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഉടനീളം ലോകത്തിന്റെ തമ്പുരാൻ അള്ളയാണ്. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് ആരാ? ഇപ്പം നമുക്കറിയാം സൂറത്തുൽ ലുഖ്മാനിലെ 10-11 വചനങ്ങൾ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അത് സംരക്ഷിക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നതും പടച്ച തമ്പുരാനാണെന്നാണ്. ആ അള്ളാഹുലേക്കാണ് പ്രവാചകന്മാരെല്ലാം ക്ഷണിച്ചത്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം വലിയുള്ള എന്ന് പറയുന്ന ഹൃദയത്തെ പോലും നിയന്ത്രിക്കാനാവാത്ത മനുഷ്യനാണ് എന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓതി തന്നത്. ഇബ്രാഹിം നബിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, മൂസ അലൈഹിസ്സലാമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഈസ അലൈഹിസ്സലാമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, മറിയം ബീവിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ ഖുർആനിക വചനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞോ? യേശു ക്രിസ്തുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ക്രിസ്ത്യാനികൾ പോലും ഇപ്പോൾ വാദിക്കുമോ? ശ്രീരാമനാണ് ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നത് എന്ന് ഹൈന്ദവൻ പോലും വാദിക്കുമോ? അതിനിടയിലാണ് സി എം വലിയുള്ള എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനായ ചിറ്റടി മീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മാനസിക രോഗിയായി ജീവിച്ച, മരിച്ചുപോയ, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ, അതിനൊക്കെ ശേഷിക്കുറവ് സംഭവിച്ച, സംസാരത്തിന് പോലും പ്രയാസം നേരിട്ട, രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരു മനുഷ്യനാണത്രേ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. എന്തു വലിയ വിവരക്കേടാണ് ആധുനിക ലോകത്ത് മുസ്ലിം സമുദായത്തോട് ഈ പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? മരിച്ചുപോയ ആളുകൾക്ക്, അംബിയ ഔലിയാക്കൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചോദ്യം, കുൽ ഹാത്തു ബുർഹാനക്കും ഇൻ കുന്തും സ്വാദിഖീൻ, സൂറത്ത് ബഖറയിലെ 111 വചനമാണ്. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. ബ്രിങ് ദ എവിഡൻസ്. എവിടെ നിങ്ങളുടെ തെളിവ്? സി എം വലിയുള്ള കള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഏത് ഖുർആനിക വചനം കൊണ്ടാണ് നിങ്ങൾ തെളിയിക്കുക? ഏത് പ്രവാചകന്റെ വചനം കൊണ്ടാണ് നിങ്ങൾ തെളിയിക്കുക? നിങ്ങളുടെ വിശ്വാസം അബൂജഹലിനേക്കാൾ പിഴച്ച വിശ്വാസമാണ് എന്ന് തെളിയിക്കാനാണ് ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കഴിവുകൾ ആര് നൽകി? എന്താണ് ഈ പറയുന്നത്? ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കഴിവ്, ഒരു അണുമണി തൂക്കം കഴിവ് അള്ളാഹു അവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ടോ? നമുക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം പരിശോധിക്കാം. ഖുർആനിലെ 34 അധ്യായം സൂറത്ത് സബഇലെ 22 വചനം. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർളി വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ ഈ പറയുന്നത്? പറയുക നബിയെ, അള്ളാഹുവിനോർമ്മയെ നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങൾ ആരാത്? വദ്, സുവാ, യഗൂസ്, യഹൂക്ക്, നസ്രി, ഇവരാരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഹിയ അസ്മാഉർ റിജാലുൻ സാലിഹീന മിൻ ഖൗമി നൂഹിൻ. സ്വാലിഹീങ്ങളായ ആളുകളാണിത്.
കാന്തപുരൊക്കെ സൂചിപ്പിച്ച പോലെ അവരുടെ ആത്മാക്കളാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത്? വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഈ 5 മഹാന്മാരാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത്? അതായിരുന്നല്ലോ മക്കാ മുശ്രിക്കുകൾ ഈ 5 ആളുകളിലാണല്ലോ വിശ്വസിച്ചത്. വദ്, സുവാ, യഹൂസ്, സൂറത്ത് നജ്മിൽ ആ കാര്യം പറയുന്നുണ്ടല്ലോ. എന്ന് ഖുർആൻ അവിടെ പറയുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി ചോദിച്ചു വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം, മുദബ്ബിറുൽ ആലം ആരാണ് എന്ന് അബൂജഹലിനോട് ചോദിച്ചാൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അബൂജഹൽ പറയാണ് ഫസയഖൂലൂന അള്ളയാണ്. ലാത്തയാണെന്ന് അവർ പറയുന്നില്ല, ഉസ്സയാണെന്ന് അവർ പറയുന്നില്ല, മനാത്തയാണെന്ന് അവർ പറയുന്നില്ല, വദ്, സുവാഗ്, യഹൂസി, യഹൂക്ക്, നസ്ർ എന്നവർ പറയുന്നില്ല, മറിയം ബീവിയാണെന്ന് അവർ പറയുന്നില്ല, ഉസൈറാണെന്ന് അവർ പറയുന്നില്ല, ഈസാ അലൈഹി ഇസ്ലാമാണെന്ന് അവർ പറയുന്നില്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്, കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമാണ് എന്നൊന്നും അവർ പറയുന്നില്ല. ഫസയഖൂലൂന അള്ളയാണ്. ഇവർ പറയുന്നതോ CM വലിയുള്ളയാണ്. ഇവരുടെ അക്കീദയും അബൂജഹലിന്റെ അക്കീദയും പോലും വ്യത്യാസമുണ്ട്. ഇസ്ലാം ആകട്ടെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. സൂറത്ത് ദാരിയാത്ത് 51-ാം അധ്യായം 56, 57 വചനങ്ങളാണ്. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും സൃഷ്ടിച്ച അള്ളാഹിനെ മാത്രം ആരാധിക്കാനാണ്. എത്ര വലിയ കഠോരമായ ശിർക്കാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ. അതിന്റെ അർത്ഥം എന്താ? ഉസ്താദുമാരെ, കാന്തപുര ഉസ്താദിന് ലാ യംലിക്കൂന എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഉടമപ്പെടുത്തുന്നില്ല. എന്ത്? മിസ്കാലതറത്തിൽ അണുമണി തൂക്കം കഴിവ്. അണു എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണാത്തതാണ്. അതിനേക്കാൾ നിസാരമായ തൂക്കം പോലും ഈ മഹാന്മാരിൽ ഒരാളും ഉടമപ്പെടുത്തുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം എന്തെങ്കിലും ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന നബിയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലാണോ CM വലിയുള്ള ആണോ? അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം? അബൂബക്കർ സിദ്ദീഖിനേക്കാളും സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖിനേക്കാളും വലുതാണോ ചിത്തടി മീത്തൽ അബൂബക്കർ? മക്കയിൽ ജനിച്ച് ഖുറൈശി പ്രമാണിയായ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് സൂറത്ത് റഅദിൽ പറയുന്ന 22 മുതലുള്ള വാചകത്തിൽ പറയുന്ന സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖിനേക്കാൾ കേമനായോ ചിത്തടി മീത്തൽ അബൂബക്കർ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. എന്തോ നോക്കൂ, ലാ യംലിക്കൂന എന്നാണ്. ഏത് പള്ളി ദർസിൽ പഠിച്ചോനെ അതിന്റെ അർത്ഥം അറിഞ്ഞൂടെ? അവർ ഉടമപ്പെടുത്തുന്നില്ല. മിസ്കാലതറത്ത്, അണുമണി തൂക്കം. പിന്നല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നത്? ഒരു അണുമണി തൂക്കം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല എന്നാ പറയുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റൊരു പണ്ഡിതന്റെ പ്രഭാഷണ ശകലം കേൾക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഷെയ്ഖുനായുടെ ആയലുകൾ ഷെയ്ഖുന കറക്റ്റ് ശരീഅത്തിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത ഷെയ്ഖുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പകരാക്ഷനെയാണ് ആ പറഞ്ഞത്. അതായത് CM വലിയുള്ള ലോകം മുഴുവനും നിയന്ത്രിക്കുകയാണ്. ഒരു മുക്മിനായ മനുഷ്യൻ ഈ വിശ്വാസത്തിന്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു മുക്മിനായ മനുഷ്യൻ വിശ്വസിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയാണ്, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ വചനം നിങ്ങൾ നോക്കൂ. ഇതൊരു ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിന്റെ കുരു നിങ്ങളൊന്ന് ആലോചിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കുകൾക്ക് വളരെ പരിചയമുള്ളൊരു കാര്യം പറയാണ്. നോക്കൂ നിങ്ങൾ, ഈ ഈത്തപ്പനക്കുരുവിന്റെ പാട ഇതാണ് യംലികൂന മിൻ കിത്മീർ. കിത്മീർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ഈത്തപ്പനക്കുരുവിന്റെ ഈ പാടല്ലേ, എത്ര നിസാരമാണ് ഈ പാട. ഈ പാട പോലും നിങ്ങൾ അല്ലാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാ പറയുന്നത്. അവർ ഉടമപ്പെടുത്തുന്നില്ല. മാ യംലികൂന മിൻ കിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അവർ അധീനപ്പെടുത്തുന്നില്ല. എന്നിട്ടാ പറയുന്നത് ലോകം മുഴുവനും നിയന്ത്രിച്ച് കണ്ട് അതിനുള്ള കഴിവ് അല്ലാഹു CM വലിയക്ക് കൊടുത്തിട്ടുണ്ട്. ഖുർആനിലെ 17-ാം അധ്യായം നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ. ഖുർആനിലെ 17-ാം അധ്യായം കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്വൽ ദുർരി അൻകും വലാ തഹ്വീല ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അക്രബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. 17-ാം അധ്യായം 56, 57 വചനമാണ്. അല്ലാഹുവിനുറമേ നിങ്ങൾ വാദിച്ചു പോരുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല. ഉണ്ട് എന്നല്ല ഉസ്താദ്മാർ പറയുന്നത്. എന്താ? CM വലിയുള്ള കള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്.
എല്ലാവിധ അസന്ധിഗ്ധമായി ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് CM വലിയുള്ളക്ക് അല്ല കൊടുത്തിട്ടുണ്ട് എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. രോഗം മാറാൻ നമ്മൾ പലരോട് എന്താ പറയാ? രോഗം മാറണേ എന്ന് മാറ്റിത്തരാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണേ നമ്മൾ പറയും. പല മഹാന്മാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷേ CM വലിയുള്ളയോട് പറഞ്ഞാൽ CM പറയും അത്രേ, അല്ല ആവശ്യമില്ല, നിങ്ങൾക്ക് അല്ല ആവശ്യമില്ല, നിങ്ങളുടെ രോഗം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ശിഫയാക്കാൻ എനിക്ക് കഴിവുണ്ട്, എനിക്ക് എല്ലാവിധ കഴിവും അല്ല തന്നിട്ടുണ്ട് എന്ന് CM വലിയുള്ള അസന്ധിഗ്ധമായി പറയുമായിരുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. എന്തോ ഒരു വലിയ കുഫറും ഷിർക്കുമാണ് ഈ പുരോഹിത വർഗം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ അല്ല ഖുർആനിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ നോക്കൂ, നിങ്ങളിൽ നിന്നൊരു ഉപദ്രവം നീക്കുവാനോ, നിങ്ങൾക്കൊരു രോഗം, അതൊരു ഉപദ്രവമാണ്, രോഗാണോ അതൊരു ഉപദ്രവമാണ്, അത് നീക്കുവാനോ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതിക്ക് ചെറിയൊരു മാറ്റം വരുത്തുവാനോ ഈ മഹാന്മാർക്കൊരാൾക്കും കഴിവില്ല എന്ന് അള്ളാണ് പറയുന്നത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദിയിൽ ഇല്ലത്തിഹിയാക്കുവം, ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു. 17 അധ്യായം 9-ാമത്തെ വചനമാണ്. ആ ഖുർആനാ പറയുന്നത് ഒരു കഴിവ് അവരുടെ അധീനത്തിൽ ഇല്ല. CM വലിയതൊക്കെ അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ല പറഞ്ഞു. ഈസാ നബിക്ക് പോലും കൊടുത്തിട്ടില്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടില്ല, മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ടില്ല, മറിയം ബീബിക്ക് കൊടുത്തിട്ടില്ല. അന്നാലക്കി ഹാദാന്ന സക്കറിയ നബി ചോദിച്ച്, കാലത്തുഹോ മിന്നിന്തില്ലാന്ന, അല്ല തന്നതാ എനിക്കിത്, ഞങ്ങളുടെ കഴിവ് അല്ല ഞങ്ങൾക്ക് കഴിവ് തന്നല്ല, കാലത്തുഹോ മിന്നിന്തില്ല. ഖുർആന്റെ 3-ാം 36-ാമത്തെ വചന. അതുകൊണ്ട് ഈ പുരോഹിതന്മാർ നമ്മളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. നിങ്ങൾ ഒരു സംശയം വേണ്ട, പുരോഹിതന്മാർ നിങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. രക്ഷപ്പെട്ടോളി. നിങ്ങൾ ആ ഉസ്താദിന്റെ സംസാരം എന്ന് കേട്ടെ, രോഗം മാറ്റുന്ന അതിനുള്ള മുഴുവൻ കഴിവും CM വലിയതൊക്കെ ഉണ്ട്, അള്ളാന്റെ ആവശ്യമില്ല. ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ജീവിതകാലത്ത് നാം പല മഹാന്മാരെയും കാണുമ്പോൾ അവര് പറയാറുള്ളത് അള്ളാഹു സുഖപ്പെടുത്തട്ടെ, ഞാൻ ദുആ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശൈഖുന ജീവിതത്തിൽ ആരോടെങ്കിലും അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല പറയാറുള്ളത്. അത് ഞാൻ ഏറ്റെടുത്തു, അത് ഞാൻ സുഖപ്പെടുത്തി, ആ കേസ് ഞാൻ വിധി പറഞ്ഞു എന്ന് അസന്നിഗ്ധമായി പറയാനുള്ള അധികാരം അള്ളാഹു നൽകിയില്ലേ? കണ്ടേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അധികാരം അള്ളാഹു നൽകിയില്ലേ എന്നാണ്. അല്ല പറയുന്നതോ ലാ യംലികൂന മിസ്കാല ദർറ, അണുമണി തൂക്കം പോലും കഴിവ് അല്ല കൊടുത്തിട്ടില്ല എന്നല്ല പറയാ. എന്നിട്ട് അലല്ലാഹിൽ കദിബ്, അള്ളാന്റെ പേരിൽ കളവ് പറയാ. വമൻ അള്ളിലമു, ഏറ്റവും വലിയ അക്രമി ആരാണ്? അത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവനാണ്. ഈ ഉസ്താദ് അള്ളാഹുവിന്റെ പേരിൽ കള്ളമാണ് പറയുന്നത്, കളവാണ് പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ഗൗരവം ആലോചിച്ച് നോക്ക്. CM വലിയുള്ളക്ക് നമ്മുടെയൊക്കെ രോഗം മാറ്റാനുള്ള കഴിവ് അസന്ധിഗ്ധമായി നൽകി, എന്നിട്ട് രോഗിയായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. എന്തോ ഒരു അത്ഭുതമാണ്. മനുഷ്യരെ തലച്ചോറ് കൊടുത്ത് ആലോചിച്ചു നോക്ക്. ഞങ്ങളോട് ദേഷ്യവും പകയും വെച്ച് നടക്കുന്നതിന് പകരം പരലോകമോർക്ക്. ആ പരലോകത്തൊരു രക്ഷയുണ്ടാവില്ല. അള്ളാഹു എത്ര സ്ഥലത്താ പറയുന്നത് നിങ്ങൾ നോക്ക്. യാ അയ്യുഹന്നാസ് ളുരിബ മസലും ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജ് 22-ാം അധ്യായം 73-ാമത്തെ വചനത്തിൽ പറയാ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കുന്നു. ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ ശരിക്കും കേൾക്കണം. തീർച്ചയായും അള്ളാഹുനുറമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ഈ പ്രാർത്ഥിക്കുന്ന എന്തുകൊണ്ടാണ്? അള്ളാഹ് കഴിവ് കൊടുത്തു എന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ്. അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന അവരുടെ വിശ്വാസം. ആ വിശ്വാസപ്രകാരം അവർ ഈ മഹാന്മാരോട് ദുആ ചെയ്യുന്നു. അപ്പൊ അള്ളാഹ് പറയാണ്, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഖുർആനിലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു. അവർ തന്നെ സൃഷ്ടികളാണ്. അതുകൊണ്ടൊരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയോ? അവരുടെ പക്കൽ നിന്ന് വല്ലതും ഈച്ച തട്ടിയെടുത്താൽ അതിൻ്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനുള്ള കഴിവ് പോലും അവർക്കില്ല. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ എന്നല്ല പറയും. ദുർബലർ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവർ. ഇവിടെ പറയുന്ന എല്ലാ കഴിവും കൊടുത്തു എന്നാണ്. എന്തു വലിയ വിരോധാഭാസമാണ്. അടുത്ത ചില സംസാരങ്ങളോട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരാളുടെ സംസാരം നിങ്ങളൊന്ന് കേട്ടെ. ലോകത്ത് നിയമങ്ങൾ കൊണ്ടുവരുന്നതും നടപ്പിലാക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്നതും അവരാണ്. മുദബ്ബിറുൽ ആലം എന്ന് മടവൂർ ശൈഖ് വെറുതെ പറഞ്ഞതല്ല. മുദബ്ബിറുൽ ആലമായി, ഖുതുബുൽ ആലമായി, ശൈഖുൽ മശായിഖായി, അതിലും വലിയ വലിയ ആളായി ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ലോകത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്. എത്ര ഗൗരവമായ കാര്യമാണ്. നിയമങ്ങൾ കൊണ്ടുവരുന്നതും നടപ്പാക്കുന്നതും CM മടവൂരാണ്. ഏത് നിയമം ഉസ്താദ്? ഏത് നിയമം? ട്രാഫിക് നിയമമാണോ? സർക്കാർ നിയമമാണോ?
അല്ലെങ്കിൽ വ്യോമസേനാ നിയമമാണോ? അല്ല കരസേനാ നിയമമാണോ? നാവികസേനാ നിയമമാണോ? ഏത് നിയമമാണ്? ശരീഅത്തിനെ കുറിച്ചാണോ? എങ്കിൽ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അം ലഹും ശുറകാ അശ്റഊ ലഹും മിനദ്ദീൻ. 42-ാം അധ്യായം 21-ാമത്തെ വചനം എന്തറിയോ? അള്ളാഹു മതമായി നിശ്ചയിക്കാത്ത വല്ലവും നിങ്ങൾക്ക് മതമായി നിശ്ചയിച്ച വല്ല പങ്കാളിയുമുണ്ടോ? മതനിയമങ്ങൾ കൊണ്ടുവരുന്നത് CM വലിയുള്ളയാണ്, അത് നടപ്പാക്കുന്നത് CM വലിയുള്ളയാണ്. അതാണ് ശരിക്കും ആരോട് ചോദിച്ചത്? ഹദീബിന് ആത്തിം റിലാന് നബിയുടെ സസ്സിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ് ഇബ്നു മറിയം എന്ന ആയത്ത്, സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്ത്, 9-ാം അധ്യായം. ഈ ആയത്ത് ഓതുമ്പോൾ ഹദീബിന് ആത്തിം പറയാണ്, ഞങ്ങളതിനെ അവരെ റബ്ബാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, അവരൊരു മതനിയമം കൊണ്ടുവന്നു, അത് ഹലാലാണ് എന്നവർ പറഞ്ഞാൽ അള്ളാഹ് ഹലാലാക്കിയ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് അവർക്കുള്ള ഇബാദത്ത്. അവരൊരു കാര്യം ഹറാമാക്കിയാൽ അത് അള്ളാഹ് ഹറാമാക്കിയ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ഇവിടെ മതനിയമങ്ങൾ കൊണ്ടുവരുന്നതും നടപ്പാക്കുന്നതും അവരാണ്. എത്ര വിരോധാഭാസമാണ്, എത്ര വലിയ ശിർക്കാണ് ഈ പുരോഹിതൻ പറയുന്നത്. ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് അവരാണ്. അബൂജഹലിനോട്, അബൂലഹബിനോട്, വലീദ് ഇബ്നു മുഗീറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫമൻ യുദബ്ബിറുൽ അംറ, ലോകത്തിന്റെ നിയന്ത്രണാധികാരം ആർക്കാണ്? അബൂജഹൽ പറയുന്നു, ഫസയഖൂലുന അല്ലാഹ്ക്കാണ്. അബൂജഹലിനാണെന്ന് പറയുന്നില്ല, അത് വേറെ ആരെങ്കിലും ലാത്തക്കോ ഉസ്സക്കാണെന്ന് പറയുന്നില്ല, ഇബ്രാഹിം നബിക്കാണെന്ന് പറയുന്നില്ല, മലക്കുകൾക്കും ജിന്നുകൾക്കുമാണെന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു പ്രവാചകനാണ് എന്ന് പോലും ആ അബൂജഹൽ പോലും പറയുന്നില്ല. അബൂജഹൽ എങ്ങാനും അസ്റിൽ വെച്ച് ഈ മൊയ്ലിയാക്കന്മാരെ കണ്ടാൽ അവർക്ക് കൈ കൊടുത്തുകൊണ്ട് പറയും, നിങ്ങളെക്കാൾ ബെറ്റർ ആയിരുന്നു ഞങ്ങളുടെ വിശ്വാസം, എന്നിട്ട് പോലും ബദറിൽ ഞങ്ങൾ തോറ്റു, മുസ്ലിമീങ്ങളെ ഞങ്ങൾ കൊന്നു, ഞങ്ങൾ നരകാവകാശികളായി, ഞങ്ങളെക്കാൾ എത്ര മോശമായ മുഹമ്മദ് നബി അന്ന് ഞങ്ങളോട് ചോദിച്ചു, ആരാ ലോകത്തിന്റെ നിയന്ത്രണാധികാരം? അത് ഇന്ന് ഔലിയാണ്, ഇന്ന് നബിയാണെന്ന് പോലും ഞങ്ങൾ പറഞ്ഞില്ല, അത് അള്ളയാണ് എന്ന് പറഞ്ഞ ഞങ്ങളെ അപ്പോഴും മുഹമ്മദ് നബി പറഞ്ഞ ഞങ്ങൾ മുശ്രിക്കുകളാണ്. എത്ര ഗൗരവമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ. ഇനി നിങ്ങൾ ആലോചിക്കണം, ഇതിലെ ഏറ്റവും ഖേദകരമായ കാര്യം നമ്മൾ ആലോചിക്കണം. അടുത്ത ഒരു പുരോഹിതന്റെ പ്രസംഗം കൂടി നമുക്ക് ഈ വിഷയത്തിൽ ഒന്ന് കേൾക്കാം. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ട് നോക്കിക്കേ. പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ നിങ്ങൾ. ദുനിയാവും ആഖിറവും നമുക്ക് നൽകുന്നത് CM വലിയുള്ളയാണ്. എന്തൊക്കെ ഖൈറുകൾ നമുക്കുണ്ടോ അതൊക്കെ നൽകുന്നത് CM വലിയുള്ളയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കണം, മക്കാ മുശ്രിക്കുകളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? കേരളത്തിലെ സമസ്തയും മക്കാ മുശ്രിക്കുകളും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ നിങ്ങൾക്ക് സഹീഹ് മുസ്ലിമിൽ നിന്ന് കിതാബുൽ ഹജ്ജിൽ നിന്ന് 1185-ാമത്തെ ഹദീസ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹുമാ ഖാൽ കാനൽ മുശ്രികൂന, മുശ്രിക്കുകൾ ആയിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ടാണ്. എന്നിട്ട് എന്താണ്? യഖൂലൂന ലബ്ബൈക ലാ ശരീക ലക്, അവർ അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല എന്ന് പറഞ്ഞു വരും. അപ്പോൾ കാല ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും കദ് കദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മതി മതി, നിങ്ങൾക്ക് നാശം. എന്താണ്? ഫയഖൂലൂന ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവർ പറഞ്ഞിരുന്നത് എന്താണ്? അല്ലാഹുവേ നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്, ഒരു തരത്തിലുള്ള കൂറുകാർ അല്ലാഹുവേ നിനക്കുണ്ട്, അവർ സ്വന്തമായി കഴിവുള്ളവരല്ല. എന്താ പറയണത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, നീ എന്തൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ടോ, നീ കൊടുത്ത അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് നീ കൊടുത്തതാണ്, നിന്റെ ഉടമസ്ഥതയിലാണ്. അപ്പൊ അള്ളാഹ് അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന സമസ്തക്കാരുടെ വിശ്വാസവും മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും ഒരേപോലെയാണ്. അങ്ങനെ അള്ളാഹ് കൊടുത്ത കഴിവെന്ന് തേടിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വൈലക്കും നിങ്ങൾക്ക് നാശം എന്നാണ്, അത് പറയരുത് എന്നാണ്. മതി മതി, എന്ത് പറയരുത് എന്ന്? അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ തേടുന്നത് എന്ന് അബൂജഹലെ പറയരുത്. എങ്കിൽ കേരളത്തിൽ കാന്തപുരത്തേക്ക് എങ്ങാണ്ട് റസൂൽ വരിക നിങ്ങൾ വിചാരിച്ചോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് പറയും, മതി മതി നിർത്തിക്കള, ഇത് തന്നെ അബൂജഹലിനോട് ഞാൻ പറഞ്ഞു, അബൂബക്കറെ ഇത് തന്നെയാണ് അബൂജഹലിനോട് പറഞ്ഞു. അതുകൊണ്ട് മക്കത്ത് ജീവിച്ച അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, മദീനത്ത് മരിച്ച അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ആ അബൂബക്കർ സിദ്ദീഖിന്റെ വിശ്വാസത്തിലേക്ക് കാന്തപുരത്ത് അബൂബക്കറെ നീ മാറിക്കോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതിങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത്, കാരണം നരകം എന്നത് ചെറിയ സ്ഥലമല്ല. നരകം എന്നത് അത് സൂറത്ത് മാരിജിലെ 15-16 വചനത്ത് പറയാൻ, തലയോട്ടി ഉരിച്ചു കളയുന്ന നരകാഗ്നി, ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ പറയുന്നത്. അപ്പൊ എത്ര കടുത്ത ശിർക്കാണ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഖുർആനിലെ 34-ാം അധ്യായം 22 പറയുന്നത് ലാ യംലികൂന മിസ്കാല ദർറാമ, അണുമണി തൂക്കം കഴിവ്.
അതുപോലെ തന്നെ യംലിക്കൂന മിൻ കിച്മീർ, ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലും അവർ അധീനപ്പെടുത്തും. ലയഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലെ അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. ഇനി സൂറത്ത് ബഖറയിലെ വളരെ ഗൗരവമായ ഒരു ഖുർആനിക വചനമുണ്ട്. നാളെ ആഖിറത്തിൽ ഈ ആളുകൾ വരുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഈ പണ്ഡിതന്മാരും ഈ പ്രസംഗിച്ച പണ്ഡിതന്മാരും അവർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങിയ സാധുക്കളായ മനുഷ്യന്മാരും ആഖിറത്തിൽ വരുന്നൊരു രംഗം വിവരിക്കുന്നുണ്ട് ഖുർആൻ. അതിങ്ങനെയാണ്: വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ് അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ അന്നല്ലാഹ ശദീദുൽ അദാബ്. ഈ ആയത്ത് ശരിക്ക് നോക്കണം. അള്ളാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. ഇപ്പൊ പകര ഹസനി, നൗഷാദ് ഹസനി, അബ്ദുസമദ് മുസ്ലിയാർ, നിങ്ങൾ നോക്കി, ഇവരൊക്കെ ഈ ടീം മുഴുവനും CM വലിയുള്ളതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ സഹാബത്തിനെ കുറിച്ചോ ഒന്നും ഇവർക്ക് പറയാനില്ല. അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ഇവർക്ക് പ്രസംഗിക്കാനില്ല. ഇവരെല്ലാം പറയുന്നത് ഈ ഔലിയാക്കളുടെ കഴിവും അവരുടെ സഹായവും, അവരോട് പറഞ്ഞോളൂ നമുക്ക് ദുനിയാവും ആഖിറവും തരുന്ന അവരാണ്, അതുകൊണ്ട് അവരെ മുദബ്ബിറുൽ സ്വീകരിച്ചോളൂ എന്നൊക്കെയാണ് ഈ പുരോഹിത വർഗം, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ വർഗം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വയാ ഖൗമി മാലി യദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. നമ്മൾ സലഫികൾ നിങ്ങളെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, പ്രവാചകന്മാർ ക്ഷണിച്ച പോലെ ഈ പുരോഹിതന്മാരാകട്ടെ നിങ്ങളെ നരകത്തിലേക്കും. 40-ാം അധ്യായം 41-ാമത്തെ വചന. ഇനി ഈ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ചില ആളുകൾ, എന്നിട്ടോ എന്നാൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടാണ് അതിശക്തമായ സ്നേഹമുള്ളത്. ഈ അക്രമികൾ, ഏതക്രമികൾ? അള്ളാഹിനെ പോലെ തന്നെ മൊയ്തീൻ ശൈഖിനെയും അള്ളാഹിനെ പോലെ തന്നെ CM വലിയുള്ളനെയും അതിനേക്കാൾ കുറെ കൂടി അവരെ സ്നേഹിക്കുന്ന ഈ അക്രമികൾ, ലാലിമുകൾ എന്നാ പറഞ്ഞ, ആലിമുകൾ എന്നല്ല, അവർ ലാലിമുകളാണ്. ആ അക്രമികൾ ശിക്ഷ കാണുന്ന ദിവസം എന്നിട്ട് അവർ പറയും എന്ത്? അന്നൽ ഖുവതലില്ലാഹി ജമീഅൻ, എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദുനിയാവിൽ എന്തായും പറഞ്ഞ് എല്ലാ കഴിവും CM വലിയുള്ള കള്ള കൊടുത്തിട്ടുണ്ട്, നമ്മളെ സഹായിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ വലാകിന്ന അക്സറ അന്നാസി ലാ യഅഖിലൂൻ വലാകിന്ന അക്സറ അന്നാസി ലാ യശ്ഉറൂൻ. 30-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. എന്താ അതിൽ പറയണത്? പല വചനങ്ങളിലും മനുഷ്യരിൽ ഭൂരിപക്ഷ ആളുകളും ചിന്തിക്കൂല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഴിവും ഈ മഹാന്മാർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയാ. എന്നിട്ട് എല്ലാ കഴിവും കൊടുത്തെന്ന് ദുനിയാവിൽ നമ്മളെ പഠിപ്പിക്കുക. CM വലിയുള്ളതിൻ്റെ കറാമത്ത് വരുന്ന പൈസ വിഴുങ്ങാനാ. എന്താ ഉത്തരേന്ത്യയിലെ ഔലിയാനെ പറ്റി പറയാത്ത? എന്താ അമേരിക്കയിലെ ഒരു ഔലിയാനെ പറ്റി പറയാത്ത? എന്താ സൗദി അറേബ്യയിലെ അനേക ഔലിയാക്കളെ പറ്റി പറയാത്ത? എന്താ CM വലിയുള്ളതിനെ പറ്റി പറയുന്നത്? അവിടെയാണ് ഉണ്ടിപ്പെട്ടിയുള്ളത്, അവിടെയാണ് കാണിക്കവഞ്ചിയുള്ളത്, അവിടെയാണ് പൈസ വീഴുക, അവിടെയാണ് പലതും ഓതുക, അവിടെയാണ് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുക. അതിൻ്റെ ഓഹരി ഇവർക്ക് കിട്ടൂ. അമേരിക്കയിലെ ഒരു ശൈഖിനെ പറ്റി പ്രസംഗിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ? ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഔലിയനെ പറ്റി പറഞ്ഞിട്ട് അവിടെ പൈസ വീണ ഇവർക്ക് എന്ത് വിഴുങ്ങാനാ? യൗകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദൂന അൻ സബീലില്ലാ. 9-ാം അധ്യായം 34-ാമത്തെ വചന. എന്നിട്ട് ഇവിടെ എന്താ പറയണറിയോ? അന്നൽ ഖുവതലില്ലാഹി ജമീഅ, എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്. മഹാന്മാർക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഞങ്ങൾ ഇവിടെ വെച്ച് പറയുന്നു കഴിവൊക്കെ അള്ളാഹ്ക്കാൻ. അടുത്ത വാചകം എന്താ? ഇത് തബറ അല്ലദീന തുബിയു മിനല്ലദീന തബഉ. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്തുടരപ്പെട്ടവർ അഥവാ നേതാക്കൾ പിന്തുടർന്നവർ അനുയായികളെ വിട്ടു ഒഴിഞ്ഞു പോകുന്ന ദിവസം ശിക്ഷ നേരിൽ കാണുകയും അവർ ഇരുവിഭാഗവും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോവുകയും ചെയ്യുന്ന സന്ദർഭം അത്രേ അത്. സൂറത്ത് ബഖറയിലെ 165, 166, 167. وقال الذين تبيوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا. ആലോചിച്ച് നോക്കിക്കേ, അനുയായികൾ എന്ന് പറയും ഞങ്ങൾക്ക് ഇഹലോകത്തേക്ക് ഒരു തിരിച്ചുപോക്കിന് അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഇവർ ഞങ്ങളെ ഈ ഭൗതിക പരലോകത്ത് വെച്ച് ഇവർ ഞങ്ങൾ വിട്ടുമാറിയതുപോലെ അള്ളാഹുവേ ദുനിയാവിലേക്ക് ഞങ്ങൾ ഇത് മടക്കിയിരുന്നുവെങ്കിൽ ഇവരുമായി ഞങ്ങൾക്കൊരു ബന്ധവും ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ശിഹാബ് പകരയെയും കാന്തപുരത്തിനെയും ഖലീൽ തങ്ങളെയും ഒക്കെ കെട്ടിപ്പിടിക്കുന്നില്ലേ? ആ കെട്ടിപ്പിടുത്തം ഉണ്ടാകില്ല റബ്ബേ. ഇവിടുന്ന് അവർ ഞങ്ങൾ ഉപേക്ഷിച്ച പോലെ അവരെ ഭൗതിക ലോകത്ത് നിന്ന് ഞങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു എന്നവർ പറയും. നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാനാവുകയില്ല. അപ്പോൾ CM വലിയുള്ളക്ക് അള്ള കൊടുത്ത കഴിവാണെന്ന് പറഞ്ഞ് CM വലിയുള്ളയോട് തേടുന്നവർ നരകാഗ്നിയിലാണ്, സ്വർഗത്തിലല്ല. ഈ കാര്യം നിങ്ങളെ അറിയിക്കേണ്ട ചുമതല ഈ വിഷയം പഠിച്ചൊരു പ്രബോധകൻ എന്ന നിലക്ക് എൻ്റെ ബാധ്യതയുണ്ട്. എന്നോടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുതയുള്ളത്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എത്ര ഖുർആനിക വചനമാണ് ഒരു പ്രസംഗത്തിൽ ഈ ഉള്ളവനൊക്കെ ഉദ്ധരിക്കുന്നത്? ഖുർആൻ്റെ അധ്യായം പറയുന്നു, വചനം പറയുന്നു. നിങ്ങളുടെ ഉസ്താദുമാർ നാക്കിട്ടടിക്കുക എന്നല്ലാതെ ഒരു ഹദീസോ ഒരു ഖുർആനിൻ്റെ വചനവും പോലും. അപ്പം പകരാക്സനി ഒരു ഖുർആൻ ആയത്ത് ഉദ്ധരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നേരെ മറിച്ച് ഒരുപാട് കിതാബുകൾ, ഇബാറത്തുകൾ CM വലിയുള്ളതിനെ പോലെ പറ്റിയുള്ളവരെ പറ്റി മനപ്പാടാക്കി പറയും. ഖുർആന്റെ വചനം പറയുന്നില്ല, ഹദീസ് പറയുന്നില്ല, യഥാർത്ഥ പ്രമാണങ്ങൾ പറയുന്നില്ല, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നില്ല. ശിർക്കിൻ്റെ പ്രചാരകരായി ജീവിക്കുകയാണ്.
അതുകൊണ്ട് ദയവ് ചെയ്ത് പടച്ചോനെ ഓർത്ത് ഈ ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാ സഹായവും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് അഭയം തേടേണ്ടത്. കുൽ പറയുക നബിയെ, ഇന്നമാദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. സൂറത്ത് ജിന്നിലെ 18 സൂറത്ത് ജിന്നിലെ 20-ാമത്തെ വചനവും ഈ വിഷയമായി വന്നിട്ടുള്ളതാണ്. വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅ അല്ലാഹി അഹദ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ജഅനി ഫലിയസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. ഖുർആന്റെ 2-ാം അധ്യായം 186. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്നോട് ദുആ ചെയ്യാൻ പറയൂ നബിയെ, ഞാൻ അവർക്ക് ഉത്തരം ചെയ്യുമെന്നാണ് പറയുന്നത്. CM വലിയുള്ള എത്ര മഹാനായിക്കോട്ടെ, അതുപോലെ ജീലാനി എത്ര മഹാനായിക്കോട്ടെ, അവരോടൊന്നും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ അവകാശമില്ല. അവർക്കൊക്കെ അള്ളാഹു കഴിവ് കൊടുത്തു എന്നാണ് തെറ്റിദ്ധാരണയെങ്കിൽ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് ആകാശഭൂമികളുടെ തമ്പുരാനാണ്. ഖുർആനിലെ അനേക വചനത്തിലൂടെയാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയം സമഗ്രമായി ഉൾക്കൊള്ളുകയും വിലയിരുത്തുകയും പുരോഹിതന്മാരുടെ കരാളാസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ.